കൊച്ചി വെളി മൈതാനിയിൽ കായിക പ്രേമികളുടെ ആഭിമുഖ്യത്തിൽ മൊബൈൽ ടോർച്ച് കത്തിച്ച് ഫുട്ബോൾ കളിച്ച് പ്രതിഷേധിച്ചു. കളിയിടങ്ങൾ കുറവായ കൊച്ചിയിലുള്ള മൈതാനത്തും കായിക പ്രേമികൾക്ക് കളിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. സൗകര്യമുള്ള ഫോർട്ട് കൊച്ചി വെളി മൈതാനിയിൽ സന്ധ്യമയങ്ങിയാൽ വെളിച്ചവുമില്ല. ഫ്ലഡ് ലൈറ്റ് സൗകര്യമുള്ള മൈതാനിയിൽ പക്ഷേ കുട്ടികൾക്കും യുവാക്കൾക്കും സന്ധ്യമയങ്ങിയാൽ കളിക്കാൻ കഴിയില്ല. ജോലി കഴിഞ്ഞ് വൈകിട്ടാണ് യുവാക്കൾ കളിക്കാനായി മൈതാനിയിലെത്തുന്നത്. കളി തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇരുട്ടാകും. പിന്നെ നിരാശയാണ് ഫലം. ഫ്ലഡ് ലൈറ്റിൽ ഒന്നെങ്കിലും തെളിയിച്ചാൽ സൗകര്യമാണെന്നാണ് കായിക പ്രേമികൾ പറയുന്നത്. സാമ്പത്തികത്തിൻ്റെ കാര്യം പറഞ്ഞാണ് ഫ്ലഡ് ലൈറ്റ് തെളിയിക്കാത്തതെന്നാണ് പറയുന്നത്. മൈതാനിയിലാണെങ്കിൽ ഹൈമാസ് ലൈറ്റും സ്ഥാപിച്ചിട്ടില്ല. ഹൈമാസ് ലൈറ്റ് ഉണ്ടെങ്കിൽ ആ വെളിച്ചത്തിലെങ്കിലും കളിക്കാമെന്നാണ് യുവാക്കൾ പറയുന്നത്. കായികമാകണം ലഹരി എന്ന അധികൃതർ കൊട്ടിഘോഷിക്കുമ്പോഴും അതിനുള്ള സൗകര്യങ്ങൾ അധികൃതർ നൽകുന്നില്ലെന്നാണ് പരാതി. ഗ്രൗണ്ടിൻ്റെ നടപ്പാതയിൽ വിളക്ക് കത്തിക്കുമെങ്കിലും മൈതാനിയിൽ വെളിച്ചം കിട്ടില്ല. ഒരു ഫ്ലഡ് ലൈറ്റ് എങ്കിലും കത്തിക്കണമെന്നാണ് യുവാക്കളുടെ ആവശ്യം. ഇതേപോലെ ഫ്ലഡ് ലൈറ്റ് ഇവിടെ സ്ഥാപിക്കുക, പക്ഷേ അത് കത്തിക്കാൻ ഫണ്ടില്ല എന്നാണ് പറയുന്നത്. ഒരു ആനന വാങ്ങിയിട്ട് ചങ്ങല കാശില്ല എന്ന് പറഞ്ഞ തുല്യമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത്രയും നല്ലൊരു ഗ്രൗണ്ട് ഇവിടുത്തെ കൊച്ചിയിൽ നമ്മുടെ കൊച്ചിയിലെ ഈ പല കുടുംബങ്ങൾക്കും ഫാമിലീസിനും കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഗ്രൗണ്ടാണ് ഇങ്ങനെ നശിക്കുന്നത്. ഒരു ചെറിയൊരു കാര്യമാണ്. കാര്യം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഗ്രൗണ്ടിൽ കളിക്കണം, അവർക്ക് അവാർഡ് അങ്ങോട്ട് കൊടുക്കണം. കാര്യം ഒരു നിലപ്പില്ലാത്ത ഇതാണ്. ഏത് സമയവും AC-യിലും ഇനി ഇഞ്ചുറിയൊക്കെ അവർക്ക് സംഭവിക്കുക. കാര്യം പുല്ലെല്ലാം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. ഇതൊക്കെ എന്നിട്ടും ഒരു ഭാഗത്ത് തൂഫാൻ പോലുള്ള പരിപാടി ചെയ്യുമ്പോൾ അതിന് സ്പോർട്സാണ് ഏറ്റവും വലിയ ലഹരി. അതിലേക്ക് പോകണമെന്ന്. പക്ഷെ അതിലേക്ക് പോകണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടേ കുട്ടികൾക്ക്? അതില്ല. അങ്ങനത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ നിലവിലില്ല. പിള്ളേർ നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ കേണാണ്, ചേട്ടാ ഇന്ന് ഇടോ ലൈറ്റ് നാളെ ഇടോ എന്നാണ് ചോദിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് ശനിയാഴ്ച വൈകിട്ട് 7 കായിക പ്രേമികളുടെ നേതൃത്വത്തിൽ മൊബൈൽ ടോർച്ച് തെളിയിച്ച് ഫുട്ബോൾ കളിച്ച് പ്രതിഷേധിച്ചു. KH ഹനീഷ്, സാബു അലി, ശ്രീജിത്ത്, ടെൻസൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ. ഹലോ മക്കളെ, എന്താ വിശേഷം? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ അറേബ്യൻ മന്തിയാണ്. നല്ല മസാല അരച്ച് ഇറച്ചിയിൽ പുരട്ടി വെക്കും. ഒരു 3/4 മണിക്കൂർ ഇത് അങ്ങനെ ഇരിക്കട്ടെ. നെയ്യ് ചൂടാക്കി പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് എന്നിവ ഇടുക. അരിഞ്ഞു വെച്ച ഉള്ളി, തക്കാളി, മുളക് എന്നിവ ചേർക്കുക. വെള്ളം കുറഞ്ഞതിന് ശേഷം അരി ഇറക്കി വെച്ച് കൂടെ മസാല പുരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് ഇറക്കി വെക്കുക. ഇനിയാണ് മന്തി ആവുന്നതിന്റെ കുട്ടൻസ്. ഇത് കാണുമ്പോൾ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നും. ഇവിടെ മന്തി മാത്രമല്ല കേട്ടോ ഉള്ളത്. കാഫ് ചിക്കൻ, ചൈനീസ് ബിരിയാണി, ഷാർക്ക്, BBQ ചിക്കൻ തുടങ്ങിയ അറേബ്യൻ, ചൈനീസ്, അതുപോലെ നമ്മുടെ സ്വന്തം ഇന്ത്യൻ നാടൻ ഭക്ഷണങ്ങൾ വരെ നമ്മുടെ സ്വന്തം സോൾട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്.